എല്ലാ ചെറുപ്പക്കാരും കേട്ടോളിട്ടോ, ഞാൻ ആ സത്യം തുറന്നു പറയാൻ പോവാ. കാരണം എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചുണ്ടാകുക ആരാന്നറിയോ? ഓരോന്ന് ചോദിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ഏറ്റവും കൂടുതൽ ആരാന്നറിയോ? അത് ഉമ്മിപ്പന്നെയാണ്. പുറത്തിറങ്ങിയാൽ എപ്പോഴാ വരിക, എന്തിനാ പോണ്, എങ്ങനെ പോണ്, ആരാ കൂടുള്ളത്, ഓരോന്ന് ചോദിച്ചിട്ട് അല്ലെ. ജോലി കിട്ടിയോ, പൈസ കിട്ടിയോ, ശമ്പളം കിട്ടിയോ, അയക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യത്തിനും ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഞാനൊരു റീല് കണ്ടേ, 2 സഹോദരന്മാരെ, എനിക്ക് അവരെ അറിയില്ല. കോള് വരാണ് മറ്റേ ആൾക്ക്. കോള് വരുന്ന ആൾ കോൾ എടുത്തിട്ട് പറയാം, ഞാനിപ്പോ വരാം വിളിക്കാന്ന് പറഞ്ഞിട്ട് ചൂടാവുക. അപ്പൊ ഇവൻ ചോദിക്കാണ്, ആരാണ് ചോദിക്കും. അമ്മേടാ, ഒരു സമാധാനം തരില്ല, വിളിച്ചോണ്ടിരിക്കും, എങ്ങോട്ടും അനങ്ങാൻ പാടില്ല, വിളിച്ചോണ്ടിരിക്കും എന്ന് പറയും. അപ്പൊ ഇവൻ പറയാണ്, സത്യാണ്, എന്റെ അമ്മ അങ്ങനെ തരുന്നു, എന്റെ അമ്മ മരിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയെന്ന് പറയും. ഞാൻ എവിടേക്ക് ഇറങ്ങിയാലും വിളിക്കും, ഉച്ചക്കും രാവിലെയും രാത്രി ഒക്കെ വിളിച്ചോണ്ടിരിക്കും. പാതിരക്ക് കേറി വരുമ്പോ ചോറ് പോലും വയ്ക്കാതെ ഉമ്മറക്കോലായിൽ എന്നെ കാത്തിരിക്കുന്നു പറയും. എന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, എടാ ആ ശല്യം പോയപ്പോഴാണ് അതിന്റെ വില അറിഞ്ഞതെന്ന്. ഇപ്പൊ ആരും ചോദിക്കാനുമില്ല, ആരും പറയാനുമില്ല, ഒന്നിനൊരാളില്ല എനിക്ക്. ആ ശല്യം പോയപ്പോഴാണ് അതിന്റെ വില അറിയണമെന്ന് പറയും. അപ്പൊ ഈ മക്കളോട് പറയണമെന്നറിയോ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വില അറിയില്ല. കാരണം എന്താ വെച്ചാൽ അവര് ചോദിക്കും. കാരണം എൻ്റെ ഉപ്പ ഞാനൊരു ടൂറ് പോയതിന് എന്നോട് ചീത്ത പറയുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തൊരു കാലത്താണ് ഇതിൻ്റെയൊക്കെ വില അറിയാം. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ, ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ എൻ്റെ ഉമ്മ ചോദിക്കും, എന്താ മഴട്ടി വിളിക്കാത്തെന്ന് ചോദിക്കും. ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ഒരു ചോദ്യം അപ്പുറത്തില്ലാത്തൊരു കാലം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള എന്താ പറയുക, ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായൊരു സമയം എന്താ പറയുക, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം. അപ്പോൾ അവർ കൂടെ ഉണ്ടാവുമ്പോൾ അവരെ കൂടെ സ്നേഹത്തോടു കൂടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതില്ലാത്തൊരു കാലം വരുമ്പോഴാണ് അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ മനുഷ്യ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്ന നല്ല റീല് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്. എനിക്ക് അവരുടെ പേരറിയില്ല, ഞാൻ വാട്സപ്പിൽ കണ്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നൊരു അമ്മ വിളിച്ച് ശല്യം ചെയ്യും. ആ വിളിയില്ലാതിരുന്നൊരു കാലത്ത് അമ്മനെ മിസ് ചെയ്യണ ആ മകന്റെ ഒരു വേദന ആ ഒരു 2 മിനിറ്റ് റീലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്തരം റീലുകളാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്, അല്ലാതെ വെറുതെ എന്തൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലൊരു ചലനം വരുത്താൻ കഴിയണം. അത് സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ, സമൂഹത്തിന് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലേ നിങ്ങൾ വിജയിച്ചു.